1999 സഭയിൽ ഒരുപോലെയുള്ള ഒരു കുർബാനക്രമം ആവശ്യമാണ് എന്ന തീരുമാനം ഉണ്ടാവുകയും ആ തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25 വർഷങ്ങൾ കഴിഞ്ഞു. 25 വർഷങ്ങളായിട്ട് സഭയുടെ പല തലങ്ങളിൽ ഈ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി. ഇതിന് തീരുമാനങ്ങൾക്ക് വേണ്ടി പല ആലോചനാ സമിതികൾ കൂടുകയുണ്ടായി. അതിനുശേഷമാണ് പൗരസ്ത്യ കാര്യാലയത്തിലേക്കും അതിനെ തുടർന്ന് മാർപ്പാപ്പയ്ക്കുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകളും സംസാരങ്ങളും ഉണ്ടായത്. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, കത്തോലിക്ക സഭയിൽ അവസാന വാക്ക് മാർപ്പാപ്പയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി രൂപതയിലെ വിശ്വാസികൾക്ക് വേണ്ടി മാത്രം 2 തവണ കത്തുകൾ എഴുതി ഈ കുർബാനയാണ് നമ്മുടെ ഔദ്യോഗികമായ കുർബാന എന്ന് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഇവിടെയുള്ള വിശ്വാസികളോട് മാർപ്പാപ്പ സംസാരിച്ചു. അത് അത്യപൂർവമായ ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് അപ്രകാരമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ആയതുകൊണ്ടും നമ്മുടെ സഭയുടെ പ്രാധാന്യം മനസ്സിലാക്കിയും നമ്മുടെ സഭാംഗങ്ങളെല്ലാവരും എല്ലാ രൂപതകളും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പരിശുദ്ധ പിതാവ് പൈതൃകമായ വാത്സല്യത്തോടുകൂടെ ഇപ്രകാരം അസാധാരണമായ ഒരു മാർഗത്തിലൂടെ തന്നെ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഈ കുർബാന എല്ലാവരും സ്വീകരിക്കുകയും അർപ്പിക്കുകയും വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഇനി അതിനെക്കുറിച്ച് മറ്റൊരു പുനരാചരണയ്ക്ക് കാരണമില്ല എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുക. ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായല്ലേ പറ്റൂ. സഭ ദൈവത്തിന്റെ അല്ലേ, കർത്താവല്ലേ സഭ സ്ഥാപിച്ചേ. ഞാനോ എന്നോടുകൂടെ സംസാരിക്കുന്ന നിങ്ങളോ നമ്മളെ കേൾക്കുന്ന ആൾക്കാരോ ഒന്നും അല്ലല്ലോ. നമുക്കൊക്കെ ബലഹീനതകളുണ്ട്, നമുക്ക് കുറവുകളുണ്ട്. എന്നെപ്പോലെയുള്ള വൈദികർക്കും കുറവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അപ്രകാരം എന്തെങ്കിലുമൊക്കെ അക്രമാസക്തമായ രീതിയിൽ അവർ പെരുമാറുന്നതൊക്കെ. അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും പൊതുസമൂഹത്തോട്. ഇത് വലിയ ഉതപ്പിന് കാരണമായിട്ടുണ്ട്. സാധാരണക്കാരായ നല്ല വിശ്വാസികൾക്ക് വലിയ സങ്കടത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്രകാരമൊന്നും നമ്മുടെ സഭയിൽ ഒരു സഭയിലും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായും വലിയ സങ്കടവും വേദനയുമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. ആ പരിഹാരം തീർച്ചയായും ദൈവം തന്റെ യഥാർത്ഥ സമയത്ത് നൽകുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, കാത്തിരിക്കുന്നത്.